നമസ്കാരം സുഹൃത്തുക്കളെ. പായിക്കുഴി പള്ളികുളങ്ങര പൗരസമിതിയുടെ നന്ദിയേശ ശിരസിൻ്റെ പണിയെപ്പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഇത് ഉണ്ടാക്കി തന്ന ശില്പി വിജയമേശ്വരൻ്റെ മോൻ വിഷ്ണുവും അവൻ്റെ ചേഴക്കാരൻ പ്രദീപും കൂടെ നമുക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിനകത്ത്. ആ യൂട്യൂബർ പോലും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ അതിനകത്ത് പറ്റിയിട്ടുണ്ട്. അവന്മാർ തന്നെ തെറ്റ് സമ്മതിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ കുറച്ച് താമസിച്ചത്. അപ്പോൾ അതിനകത്ത് തന്നെ വിഷ്ണു പറയുന്ന കുറേ കാര്യങ്ങൾ അവൻ തന്നെ തെറ്റ് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അത് ആരും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി ആ വീഡിയോ കാണുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. അതിനകത്ത് വിഷ്ണു പറയുന്നതുണ്ട്, 2023 ഏപ്രിൽ 28-ാം തീയതിയാണ് അതിനകത്ത് ഉളി വെച്ചതെന്നാണ് പറയുന്നത്, തല പണിയാൻ വേണ്ടി. സത്യമാണ്, 2023-ലാണ് അവൻ പണിഞ്ഞു വന്നത്. അപ്പോൾ ഇപ്പോൾ ഈ 28-ാം ഓണമാകുമ്പോൾ 2 വർഷം തികയത്തോളെന്ന് ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. അവൻ ആ പറഞ്ഞ അതേ വായി തന്നെ പെട്ടെന്ന് തന്നെ അവൻ പറയുന്നത് 4 വർഷമായിരുന്നു. അവൻ എങ്ങനെയാണ്, എവിടുന്നാണ് ഈ 4 വർഷത്തെ കണക്ക്? ഒരു കണക്കനാണ് അവൻ എങ്ങനെ 4 വർഷം കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. 23 പണിഞ്ഞ സാധനം 25 ആയപ്പോഴത്തേക്ക് 4 വർഷമായത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അത് അവനോട് തന്നെ ചോദിക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ അവരുടെ വീഡിയോ കൂടെ ഒന്ന് കണ്ടിട്ട് അത് കമൻ്റ് ഇട്ട് ചോദിക്കുക. ആ യൂട്യൂബർ പോലും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണത്. 2023 പണിഞ്ഞു വന്ന സാധനം അവൻ തന്നെ പറയുന്നത് 23 ഏപ്രിൽ 28-ാം തീയതിയാണ് അവൻ ഉളി വെച്ചതെന്ന് പറയുന്നുണ്ട്. നമ്മളും സമ്മതിക്കുന്നുണ്ട്. അത് 2025 ആയപ്പോൾ 2 വർഷം ആകുന്നുള്ളൂ. ഈ 28-ാവണം വരുമ്പോൾ 2 വർഷം തികയത്തുള്ളൂ. ഇപ്പോൾ 2 വർഷം ആയില്ല. ഈ 28-ാവണം പറഞ്ഞാൽ 2 വർഷം തികയണമെങ്കിൽ. അങ്ങനെയുള്ള സാധനം അതേ വായി തന്നെ അവൻ പറയുന്നത് 4 വർഷമായിരുന്നു. അവൻ്റെ കണക്ക് ശരിയല്ല എന്ന് ഈ വീഡിയോ കാണുന്നവരും ആ വീഡിയോ ഒന്നും കൂടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അടുത്ത കാരണം അവൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളിത് കൊണ്ടിട്ട് നനച്ച് ഇത് ചെയ്തത് കൊണ്ടാണെന്ന്. അല്ല, നിനക്ക് തെറ്റി. ഞങ്ങളുടെ ഈ തെളിവുണ്ട്. അതിൻ്റെ സകല കാര്യങ്ങൾ ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നീ എങ്ങനെയാണ് ഇത് തല പണിഞ്ഞു തന്നതും, എങ്ങനെ അനാസ്ഥയോടുകൂടി ഈ തടി അവിടെ ഇട്ടിരുന്നെന്നും, ഏത് രീതിയിലാണ് നീ അതിനെ കണ്ടിരുന്നതെന്നും, ഒരു ഭക്തി ബഹുമാനത്തോടു കൂടിയല്ല നീ ഇത് ചെയ്തു തന്നതെന്നും ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവച്ച് മഴ നനച്ചെന്ന് പറഞ്ഞ് ഇത് വെച്ചിരിക്കുന്ന ഷെഡും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും. പിന്നെ പ്രദീപ് ആ കള്ളം പറയുന്നുണ്ട്, ഞങ്ങളുടെ നേരത്തെ ഉണ്ടായിരുന്ന ശിരസ്, അതായത് 4 മുക്കുകാർക്ക് വിറ്റത്, അവന് റോളില്ല, ഉല്ലാസാണ് വിറ്റതെന്നാണ് പറയുന്നത്. അല്ല, അവനാണ് റോള്. അവനാണ് ആളിനെ ഇവിടെ കൊണ്ടുവന്ന് ഇത് മേടിപ്പിക്കുന്നത്. അതിന് കമ്മീഷൻ കൊടുത്തതായിട്ട് ഇവിടെ വൗച്ചറിനകത്തുണ്ട്. അവന് കമ്മീഷൻ കൊടുത്തതായിട്ട്. അതിനുശേഷം ഞങ്ങളെ വിളിച്ചു കൊണ്ടുപോയി എടപ്പോൺ കരയിൽ നിന്ന് കാളയെ വാങ്ങിത്തരുന്നതും അവനാണ്. അതിനും കമ്മീഷൻ കൊടുത്തതായിട്ട് ഇവിടെ വൗച്ചറിലുണ്ട്. അവൻ അല്ലെങ്കിൽ നിഷേധിക്കട്ടെ, വൗച്ചറുണ്ട് ഇവിടെ. അവന് കമ്മീഷൻ കൊടുക്കുന്നത്. ഇത് കണക്കില്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. അവന് കമ്മീഷൻ കൊടുക്കുന്നത്. അതേ എടപ്പോൺ കാളയെ വാങ്ങിയിട്ട് ശിരസ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. അവിടെ തന്നെ വെച്ച് അതിൻ്റെ മെയിൻ്റനൻസ് പണി ചെയ്യേണ്ടി വന്നു. അത് നമ്മൾ പിന്നീടാണ് കാണുന്നത്. ഇത് എടുക്കാൻ ചെല്ലുമ്പോഴാണ് കാണുന്നത് ഇതിൻ്റെ അടിഭാഗം പൊടിഞ്ഞിരിക്കുന്നു. ഒരു സിമെൻറ്റ് ചാക്ക് പ്ലാസ്റ്റർ പാരീസിനകത്ത് മുക്കി അകത്തോട്ട് കയറ്റി വെച്ച് ആണ് ആ ഓൾ അടച്ചത്. അത്രയ്ക്ക് വലിയ ഓളായിരുന്നു. അതും അവൻ തന്നെ പണിഞ്ഞ് അതിൻ്റെ പൈസയും അവൻ മേടിച്ച്. അതുമാത്രമല്ല, ഈ കാളെ നമ്മൾ ഇങ്ങോട്ട് വാങ്ങിയെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ മണി, നെറ്റിപ്പട്ടം, ഇതും അവിടെ തന്നെ വെച്ച് കച്ചവടം അവൻ ഉറപ്പിച്ച്. അതിൻ്റെയും കമ്മീഷൻ അവരുടെ ഇന്ന് നമ്മുടെ ഇന്നും അവൻ വാങ്ങിയിട്ടാണ് അവൻ ഇപ്പോൾ പറയുന്ന ഒരു കമ്മീഷൻ മേടിച്ചിട്ടില്ല. അവൻ ഒരു 10-20 പ്രാവശ്യം നമ്മുടെ ഇന്ന് കമ്മീഷൻ മേടിച്ചവനാണ്. അവൻ്റെ ഉദ്ദേശം വർഷാവർഷം നമ്മളെ കൊണ്ട് തലവണിയിപ്പിക്കുക, അല്ലെങ്കിൽ കാളെ വിപ്പിക്കുക. ഇതാണ് അവൻ്റെ ലക്ഷ്യം. അവൻ ഫുൾ ടൈം വെള്ളം അടിച്ചിട്ട് കിടക്കുന്നത്. അവന് വെള്ളം അടിക്കാൻ വേണ്ടിയാണ്. വെള്ളം അടിക്കാൻ അവന് കമ്മീഷൻ കിട്ടണം. കമ്മീഷൻ കിട്ടാൻ വേണ്ടിയാണ് അവൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് തന്നെ അവൻ വപ്പപ്പ അടിക്കുന്നുണ്ട്. ഈ കാളയുടെ കമ്മീഷൻ്റെ കാര്യം അവർ ചോദിക്കുമ്പോൾ വപ്പപ്പ അടിക്കുന്നുണ്ട്. അതിനകത്ത് തന്നെ ആ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും ഇവൻ മേടിച്ചിട്ടുണ്ടെന്ന്. അവൻ നടത്തുന്ന തട്ടിപ്പിൻ്റെ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏത് കാളമുട്ടി ചെന്നാലും ആൾക്കാർക്ക് അറിയാം അവൻ കമ്മീഷൻ മേടിക്കുമെന്ന്. പിന്നെ വിഷ്ണു ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഈ നന്ദികേശനെ അവിടെ കൊണ്ടുവന്നിട്ട് 5 മാസത്തോളം മഴയും വെയിലും അവരാണ് നനച്ചത്. അതിൻ്റെ തെളിവൊക്കെ ഞാൻ ഈ വീഡിയോ നിരത്തുന്നുണ്ട്. അവരാണ് നനച്ചത്. ഒരു ചെറിയ ടാർപ്പായി കെട്ടിയിട്ടിട്ട് മഴയും വെയിലത്തും അത് അവിടെ കിടന്നതാണ്. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ള ഒരു സംശയം, ഈ പാലത്തടിക്ക് അത് ഒഴിക്കാനാണെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് 30 ലിറ്റർ മണ്ണെണ്ണ
എന്തിനാണെന്നറിയത്തില്ല. 30 ലിറ്റർ മണ്ണെണ്ണ ഞങ്ങൾ 1000 തെങ്ങിൽ നിന്ന് വാങ്ങി അവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് എന്ന് മേടിച്ചതെന്ന് അവർ പറയേണ്ടതാണ്. 30 ലിറ്റർ മണ്ണെണ്ണ എന്തിനാണ് മേടിച്ചതെന്ന്. ഈ തടിക്കകത്ത് മണ്ണെണ്ണ ഡീസൽ ഒഴിച്ചാൽ നീറിപ്പോത്തില്ലയോ? നമുക്കറിയത്തില്ല. മണ്ണെണ്ണ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ട് കൊടുത്തു. ഇത് സംഭവിച്ചത്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പറയുവാണ്. ഇത് സംഭവിച്ചത് അവരവിടെ ഇട്ട് മഴ നനച്ച് പൊടിച്ച് കളഞ്ഞിട്ട് ആ ഈർപ്പം വെള്ളം വലിയാതെ തന്നെ അവർ പെയിൻറ്റ് ചെയ്ത് തന്നതിൻ്റെ പേരിൽ അതിനകത്ത് ഈർപ്പം നിന്ന് ആ ഈർപ്പം പോകാൻ മാർഗമൊന്നുമില്ലാതിരുന്ന് അതിനകത്തിരുന്ന് പൊടിഞ്ഞു പോയതാണിത്. വെള്ളം വലിയാതെ അവർ പെയിൻ്റ് അടിച്ച് തന്നതിൻ്റെ പേരിൽ ഇത് ഇന്ന് പൊടിഞ്ഞു പോയതാണ് സംഭവിച്ചത്. അതുമാത്രമല്ല, ഇവരിത് ജോയിൻറ്റ് ചെയ്തേക്കുന്ന തടികളെല്ലാം വെറും പൊട്ട് തടികളായിരുന്നു. നമ്മൾ കൊണ്ട് കൊടുത്ത തടി അതിനകത്ത് ഞാനിപ്പം ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്, നല്ല തടികളായിരുന്നു. അവർ പിന്നെ സൈഡിലൊക്കെ ജോയിൻറ്റ് ചെയ്യുന്ന നമ്മൾ കൊടുത്ത തടിയല്ല, അവിടെ കിടന്ന് എന്തോ പൊട്ട് തടികൾ എടുത്ത് വെച്ച് ജോയിൻറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നത്. അത് അവരുടെ വാദം ജയിക്കാൻ വേണ്ടി അവരിറക്കിയ ഒരു വീഡിയോയിൽ തന്നെ അവരുടെ വാദം പൊളിയുന്നുണ്ട്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. 2 വർഷമാകുന്നതിന് മുമ്പ് ഒരു ശിരസൊക്കെ ചീത്തയാകുമെന്ന് പറഞ്ഞാൽ ആ പണിഞ്ഞ ശില്പിയുടെ കംപ്ലൈൻറ്റ് തന്നെയല്ലേ. 2 വർഷം തികയുന്നതിന് മുമ്പ്, അത് 1 വർഷമായപ്പോഴേ ചീത്തയായെന്നുള്ള ആലോചിക്കണം. 1 വർഷമായപ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പെയിൻ്റ് അടിച്ചതാണ്. പെയിൻറ്റ് ഉണങ്ങാതാണ് തരുന്നത്. നമ്മൾ അതേപോലെ ഈ ശിരസ് എടുക്കാൻ അവർ പ്രദീപ് പറയുന്നുണ്ട് 2 വണ്ടിക്കകത്ത് ആൾ വന്നു. ശരിയാണ്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഈ ശിരസ് എടുക്കാൻ 28 4 ദിവസം മുമ്പാണ് ചെല്ലുന്ന സമയത്ത് പെയിൻ്റ് അടിക്കുന്ന ഒരു പയ്യനോട് നമ്മുടെ പൗരസമിതിയിലെ ഒരാൾ ചോദിക്കുന്നുണ്ട്, മോനെ ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടാണോ നിങ്ങൾ പെയിൻ്റ് അടിക്കുന്നത്? എന്നാൽ ആ പയ്യൻ പറഞ്ഞത്, എന്നാൽ അത് ഇപ്പോൾ പണിഞ്ഞിങ്ങോട്ട് തന്നതേ ഉള്ളൂ, ഞങ്ങൾ പെയിൻ്റ് അടിക്കുവാന്ന്. ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല എന്നാണ് അതിൻ്റെ തെളിവ്. ഇപ്പോൾ പണിഞ്ഞിങ്ങോട്ട് തന്നതേ ഉള്ളൂ, ഞങ്ങൾ പെയിൻ്റ് അടിക്കുവാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അന്ന് സംഭവിച്ചത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ഞങ്ങൾ ഈ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് പോലും ഇതിനകത്ത് സർപ്പത്തെ കൊത്തിയിട്ടില്ലായിരുന്നു. ഒറ്റ തടി കൊടുത്തത് ആ തടിക്കകത്ത് കൊത്തിയെടുക്കുക, അത് ചെയ്തില്ല. സർപ്പത്തെ കൊത്തിയിട്ടില്ലായിരുന്നു. അവന്മാർ മറന്നും പോയി. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ അന്നത്തെ സെക്രട്ടറി ആയിട്ടിരുന്ന ഉല്ലാസ് പറയുവാണ് ഇതിനകത്ത് സർപ്പത്തെ കൊത്തിയിട്ടില്ലെന്ന്. അപ്പോഴാണ് അവർ പറയുന്നത് നിങ്ങൾ എടുക്കാൻ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ കൊത്തിത്തരാമെന്ന്. പിന്നെ പ്ലാസ്റ്റോ പാരീസ് വെച്ച് സർപ്പത്തെ ഉണ്ടാക്കി അവന്മാർ തന്നേക്കുന്നത്. അപ്പോൾ അമാരെ പണിയുടെ ആ ഒരു ഇത് ഒന്ന് ആലോചിച്ച് നോക്കണം. അമാര എന്ത് അനാസ്ഥയിലാണ് ഇത് പണിഞ്ഞു തന്നതെന്നുള്ളതിൻ്റെ തെളിവാണ്. ഞങ്ങൾ ഈ ശിരസ് ഏറ്റുവാങ്ങുന്നതിന് 3 ദിവസം മുമ്പ് ചെല്ലുമ്പോൾ പെയിൻ്റ് അടി നടക്കുന്നതേ ഉള്ളൂ. പെയിൻറ്റ് ഉണങ്ങാതാണ് ഞങ്ങൾ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ അവർ അന്നേരം നമ്മൾ ഓർമ്മപ്പെടുത്തിയപ്പോൾ പറയുകയാണ് ഈ സർപ്പത്തിൻ്റെത് ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ വരുമ്പോഴത്തേക്ക് സർപ്പത്തിനെ അങ്ങനെയാണ് പണിഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് തുടക്കം മുതലേ അമാർ അനാസ്ഥയാണ് കാണിച്ചത്. കാരണം ഇത് ഇവരുടെ കെയർ ഓഫിൽ ആദ്യമേ പൈസ ഇവരുടെ കയ്യിലങ്ങ് എത്തിപ്പോയത് കൊണ്ട് ഇവർ എങ്ങനെങ്കിലും തല്ലിക്കൂട്ടി തന്നേത്. മനസ്സിലായോ? ഇത് നമ്മുടെ പഴയ ശിരസ് വിറ്റിട്ട് ആ കാശ് അവൻ പ്രദീപ് ആദ്യമേ മേടിച്ചതിൻ്റെ പേരിൽ ഇത് എങ്ങനെങ്കിലും തല്ലിക്കൂട്ടി തന്നത്, അല്ലാതെ ആത്മാർത്ഥമായിട്ട് പണിഞ്ഞ് തന്നതല്ല. ആണെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ല. ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം ഇവന്മാർ പറയുന്ന ഏപ്രിൽ 28-ന് ശേഷം 28-ാം ഓണം വരെ അവിടെ കിടന്നു. 28-ാം ഓണത്തിന് കുറച്ച് ദിവസം മുമ്പാണ് ഇവന്മാർ ഇത് പണിഞ്ഞ് പൂർത്തിയാക്കുന്നത്. അപ്പം ഈ തടിക്കകത്ത് നിന്ന് ഈർപ്പം വലിഞ്ഞ് മാറിയിട്ടില്ല. നല്ല രീതിയിൽ പണിഞ്ഞ് വെച്ച് വെയിൽ കൊള്ളിച്ച് അതിനകത്തുനിന്ന് വെള്ളം വലിച്ചെടുത്തതിന് ശേഷം അല്ല ഇവർ പെയിൻറ്റ് ചെയ്തേക്കുന്നത്. ആ നനവ് അതിനകത്ത് നിന്നതിൻ്റെ പേരിലാണ് ഇത് നീറിപ്പോയത്, വേറെ ഒന്നുമല്ല. ഇത് അവരുടെ കയ്യിൽ നിന്ന് പറ്റിയതാണ്. അവർ ഈ പച്ചത്തടിക്കകത്ത് വെള്ളം വലിയാതെ തന്നെ പെയിൻ്റ് അടിച്ചപ്പോൾ എന്താ ചെയ്യുക, അതിനകത്തേക്ക് ഈർപ്പം വിയർത്ത് അകത്ത് തന്നെ പൊടിഞ്ഞു മാറി. അതാണ് ഇത്രമേൽ പൊടിഞ്ഞു പോയത്. പിന്നെ ഈ സൈഡൊക്കെ എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് ചെയ്യുന്ന തടികളാണ്. അത് വെറും പൊട്ട് തടികൾ ജോയിൻറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഇത്രയും പൊടിയുന്നത്. അല്ലെങ്കിൽ 2 വർഷം തികയുന്നതിന് മുമ്പ് ഒരു ശിരസും എങ്ങും പോകത്തില്ല, എത്ര വെള്ളത്തിലിട്ടാലും പോകത്തില്ല. നമുക്കറിയാം. കാരണം നല്ല കട്ടി പെയിൻ്റല്ലേ അടിച്ചേക്കുന്നത്, അതിനകത്തുനിന്ന് വീഴുന്ന വെള്ളം ഒഴുകി പോകത്തതേ ഉള്ളൂ. ഇത് ഇങ്ങനെ സംഭവിച്ച് അവരുടെ കയ്യിൽ നിന്ന് പറ്റിയ അനാസ്ഥ തന്നെയാണ്. അതിൻ്റെ പേരിൽ അവരൊരു വീഡിയോ ഇറക്കിയതിനകത്ത് തന്നെ അവർക്ക് പാളിച്ച വന്നിട്ടുണ്ട്. 2023 പണിഞ്ഞു തന്ന സാധനം അവൻ തന്നെ അന്ന് പറഞ്ഞിട്ട് തൊട്ട് ബാക്കിൽ അവൻ പിന്നെ പറയുന്നു 4 വർഷമായിരുന്നു. അവൻ എവിടുന്നാണ് ഈ കണക്ക് പിടിച്ചതെന്ന് നമുക്കറിയത്തില്ല. ഈ 28-ാം ഓണം ആകുമ്പോൾ 2 വർഷം, 28-ാം ഓണമാകും. പക്ഷെ വർഷം 2 ആകുന്നതേ ഉള്ളൂ. ഇപ്പോൾ 2 വർഷം ആയില്ലേ. 28-ാം മരണം 2 വർഷം ആകണമെങ്കിൽ. അപ്പം നമ്മളെ മോശക്കാരനാക്കിക്കൊണ്ട് നമ്മളിട്ട വീഡിയോയ്ക്കകത്ത് എല്ലാം കള്ളം പറഞ്ഞെന്നും പറഞ്ഞാണ് ഈ ശില്പികൾ. അതുകൊണ്ട് ഈ ശിരസിരിക്കുന്ന ഇതേ ഷെഡിൽ തന്നെയാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. ഇതേ ഷെഡിൽ തന്നെ. അല്ല അവൻ പറയുന്ന തുറസായ സ്ഥലത്തൊന്നുമല്ല. ഇത് കണ്ടോ, ഇത്രയും നീറിപ്പോയത് കൊണ്ടാണ് ഞാൻ ചവരിച്ചോറ് പോലെ ഇരിക്കുന്നത്. ഇത് കണ്ടോ പൊടിഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞാൽ ഇത് നീറിയതാണ്, ഉള്ളു നീറിയതാണ്.
ഞാൻ പറഞ്ഞത് തന്നെ സത്യം. ഇതിനകത്ത് വെള്ളം വലിഞ്ഞു പോകാതെ പെയിൻ്റ് അടിച്ച് തന്നതിൻ്റെ പേരിൽ ഉള്ളു നീറിപ്പോയതാണ്. അത് അവർ അംഗീകരിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് നമുക്കെതിരെ വീഡിയോയുമായിട്ട് വന്നത്. നമ്മളിനി ഇതിൻ്റെ തെളിവ് കാണിച്ചു തരാം. അവർ വിചാരിക്കുന്നത് നമ്മുടെ കയ്യിൽ ഇത് തെളിവൊന്നുമില്ല, നമ്മളിത് കൊണ്ടുവന്ന് കഴിഞ്ഞ് ഇതാണ്ട് ഈ ഷെഡിൽ തന്നെ ഇതിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് ഷെഡ്. ഈ ഷെഡിൽ തന്നെ വെച്ചിരുന്ന സാധനമാണ്. നല്ല രീതിയിൽ വെള്ളമൊന്നും കയറുന്ന ഷെഡൊന്നുമല്ല. അവൻ പറഞ്ഞ് മുട്ടറ്റം വെള്ളത്തിലാണ് കിടന്നതെന്ന്. അത് അവൻ്റെ വാദം ജയിക്കാൻ വേണ്ടി അവൻ എന്ത് വേണേലും പറയാമല്ലോ. അതുകൊണ്ട് ഈ ഷെഡിലോട്ട് നമ്മൾ എങ്ങനെയാണ് കൊണ്ടുവന്ന് കയറ്റുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കും. വേണ്ട, ക്രെയിനകത്ത് കൊണ്ടുവന്ന് നമ്മൾ ഈ ഷെഡിലോട്ട് കയറ്റുന്ന രംഗമാണിത്. ഇത് ഷെഡിലോട്ട് കയറ്റുന്നത്. അതാണ്ട് ഷെഡിനകത്ത് വെച്ചേക്കുന്ന കണ്ടോ, ശിരസ് ഞങ്ങൾ ഇതേപോലെയാണ് വെച്ചേക്കുന്നത്. താടിക്ക് പട്ടിട്ട് ടയർ വെച്ച് പൊക്കി വെച്ചേക്കുന്നത്. സ്റ്റാൻഡേലാണ് ഇരിക്കുന്നത്. ഇതാ ഷെഡിനകത്ത് വെച്ചേക്കുന്നത്. നമ്മൾ ഇതേ ഷെഡിലിരുന്ന സാധനമാണ്. മുട്ടറ്റം വെള്ളമെന്ന് അവൻ പറയുന്നത്. ഞങ്ങൾ പട്ടിട്ട് മൂടി ഇത് വെള്ളമൊന്നും കയറാത്ത രീതി സേഫ്റ്റി ആയിട്ട് വെച്ച് കണ്ട പിള്ളേർ വീഡിയോയും പിടിച്ചുകൊണ്ട് ഇറങ്ങുന്നത്. നല്ല രീതിയിൽ കവർ ചെയ്ത് വെച്ചിരുന്ന സാധനമാണ് ഇത്. അതല്ല സംഭവിച്ചത്. ദാണ്ട ഇനി ഇതാണ് പണിഞ്ഞേക്കുന്ന. നോക്ക്, ഇതേപോലെ അനാസ്ഥയിലാണ് പണിഞ്ഞേക്കുന്നത്. ദാണ്ട ആ കൊമ്പ് കണ്ടോ, ഇതേപോലെ വെള്ളം കയറുന്ന രീതിയിലാണ് അവർ പണിഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ചെറിയ ടാർപ്പയാണ് അവർ വലിച്ചു കെട്ടിയേക്കുന്നത്. ചെറിയ ടാർപ്പ്, 2 ശിരസും കൂടി ഇരിക്കുന്ന ടാർപ്പ കണ്ടോ. ഇത് നിങ്ങൾ ബോധ്യപ്പെടണം. കണ്ട് ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇത് കണ്ടോ, ഒരു ചെറിയ ടാർപ്പായിൽ അലസമായിട്ട് ഇട്ടാണ് ഇത് പണിഞ്ഞേക്കുന്നത്. 5 മാസം താണ്ട ഇത് കണ്ടോ, കൊമ്പയിലുള്ള പാടുകൾ അന്നേ ഉള്ളതാണിത്. അവന്മാർ ചെയ്ത് തന്ന സമയത്തേ ഉള്ള. ഇത് കണ്ടോ, ഇത് തെളിവ് സഹിതം ഞങ്ങൾ നിരത്തുന്നത് അതുകൊണ്ടാണ്. ഇത് വെള്ളത്തിലാണ് ഇട്ടേക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് പറ്റിയ കുറ്റം മറച്ചു വെച്ചിട്ട് നമുക്കെതിരെ ആരോപണമായിട്ട് വീഡിയോ ചെയ്തപ്പോൾ അവന്മാർ അറിഞ്ഞില്ല നമ്മുടെ ഇതിൻ്റെ തെളിവുണ്ടെന്ന്. നമ്മുടെ ഈ തെളിവ് സഹിതം നിരത്തി കൊടുക്കുന്നതിൻ്റെ കാരണം അതാണ്. ഇതേപോലെ ഒരു ചെറിയ ടാർപ്പായ്ക്കകത്ത് ഇത് നിൽക്കുമോ? ഇത് കണ്ടോ, കൊമ്പയിലൊക്കെ ഉള്ള ഇതിനകത്ത് സർപ്പം കൊത്തിയിട്ടുണ്ടോ നോക്കിയാൽ നിങ്ങൾ. ഒറ്റത്തടി വലിയ തടി കൊടുത്തതാണ്. സർപ്പത്തെ കൊത്തിയെടുക്കാൻ പറ്റുന്നതാണ്. ചെയ്തിട്ടുണ്ടോ നോക്കിയേ, ചെയ്തിട്ടില്ല. അതേപോലെ അനസമായിട്ടിട്ട് പണിഞ്ഞ് തന്നതാണ്. ഇത് കണ്ടോ, ഇത് ജോയിൻറ്റ് ചെയ്തപ്പോഴേ അവിടെ ഇവിടെയും പൊട്ടലിൻ്റെ ഇതുണ്ട്. ഇതേപോലെ ഒരു ചെറിയ ടാർപ്പ മേളിൽ ഒന്ന് ശ്രദ്ധിക്കണം എൻ്റെ സുഹൃത്തുക്കൾ. ഇതേപോലെ അലസമായിട്ടിട്ട് ചെയ്ത് തന്ന സാധനമാണ് അവന്മാർ ന്യായീകരിക്കാൻ നോക്കുന്നത്. അല്ല, അവരുടെ കയ്യിൽ നിന്ന് പറ്റിയ പാളിച്ചയാണെന്ന് നിരത്താൻ നമ്മുടെ ഈ തെളിവുണ്ടെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതാ. ഇതേപോലെ ഇരുന്ന് പൊടിഞ്ഞു പോയതാണ്. ഉള്ളിലെ വെള്ളം കെട്ടി നിന്നിട്ട് അത് നീറിപ്പോയതാണ്. അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്രയും സമയം കിട്ടിയപ്പോൾ അവർ ചെയ്യേണ്ട കാര്യം ഇത് വെള്ളമൊക്കെ ഉണക്കി നല്ല രീതിയിലാക്കി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് ഇത് പെയിൻറ്റ് ചെയ്ത് തരണം. ഇതാണ് ആ വീട്. ഈ വീട്ടിൽ എവിടെയാണ് വെള്ളം കയറുന്നത് അവനൊന്ന് പറയട്ടെ. ഇതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന ഈ ഷെഡിലാണ് നമ്മൾ ശിരസ് വെച്ചേക്കുന്നത്. അപ്പോൾ അവൻ്റെ വാദം ജയിക്കാൻ വേണ്ടി അവൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നാൽ ഞങ്ങളത് അംഗീകരിക്കത്തില്ല. ആ വീഡിയോ കണ്ടവർക്കറിയാം അവർ പറയുന്ന കള്ളത്തരങ്ങൾ. ആ വീഡിയോ തന്നെ ഉണ്ട്. 23 പണിഞ്ഞ സാധനം അവൻ തന്നെ പറയുന്നു 4 വർഷമായെന്ന്. അപ്പം തന്നെ കള്ളം പൊളിഞ്ഞു വരിക. പിന്നെ എന്തൊക്കെയാണ് പറയുന്നത്, അവൻ ഇവിടെ വന്ന് പറഞ്ഞെന്ന് ഞങ്ങളോട് ഇത് പൊടിഞ്ഞു പോകുമെന്ന്. ഞങ്ങളിവിടുന്ന് ആൾക്കാർ പോയി ഇടിയല്ലാത്തതെല്ലാം ഉണ്ടാക്കിയാണ് അവൻ രണ്ടാമത് ഇത് പണിയാൻ തന്നെ തുടങ്ങിയത്. അതുകൊണ്ടാണ് തന്നെ ഇതിങ്ങനെ പൊടിഞ്ഞു പോയത്. ഇത് ഉള്ളു നീറിപ്പോയതാണ്. ഇത് ഇനിയെങ്കിലും നീയൊക്കെ അംഗീകരിച്ചിട്ട് തെറ്റ് തിരുത്തി നമുക്കുണ്ടായ നഷ്ടം നികത്താൻ നോക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത്. നീയൊക്കെ അംഗീകരിച്ചില്ലേ, നിങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ പോകേണ്ടി വരും. ഇതേപോലെ എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇനിയെങ്കിലും മനസ്സിലാക്കുക, നിങ്ങളുടെ തെറ്റാണ് അത്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിയ വീഴ്ചയാണ്. ഇതിനകത്തുനിന്ന് ഈർപ്പം വലിഞ്ഞു മാറാതെ നിങ്ങൾ പെയിൻ്റ് അടിച്ച് തന്നതിൻ്റെ പേരിൽ ഈ ഇത് തടികളെല്ലാം ഇരുന്ന് പൊടിഞ്ഞു പോയതാണ്. ഉള്ളു നീറിപ്പോയതാണ്. അതായത് ചവരിച്ചോറ് പോലെ ആയത്. ഉള്ളു നീറിപ്പോയി. അതിനകത്തുനിന്ന് ഈ ഈർപ്പം വലിഞ്ഞു മാറാനുള്ള അവസരമില്ലാതെ ഇരുന്ന് ഉള്ളു നീറിപ്പോയതാണ് ഈ സംഭവം. അത് ഇനിയെങ്കിലും മനസ്സിലാക്കി നിങ്ങളുടെ തെറ്റ് തിരുത്തി ഇതിന് വേണ്ടുന്ന എന്ത് നഷ്ടപരിഹാരമാണോ അത് നിങ്ങൾ തരാൻ ശ്രമിക്കുക. ഇനിയും ഈ തൊഴിലുമായിട്ട് മുന്നോട്ട് പോകേണ്ട ആൾക്കാരാണ് നിങ്ങൾ. അതുകൊണ്ട് പറയുവാണ്. അല്ല, ഞങ്ങളുടെ കുറ്റമാണെന്ന് പറഞ്ഞ് വരരുത്. വന്നാൽ ഇതേപോലെ 100 കണക്കിന് തെളിവ് നിരത്താൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. തെളിവില്ലാതെ ഒരു കാര്യമായിട്ട് ഞാൻ ഇറങ്ങത്തില്ല. അതല്ല, നേരത്തെ അവർക്ക് വേണ്ടി വീഡിയോ ചെയ്ത യൂട്യൂബറോട് എനിക്ക് പറയാനുള്ള, ഒരു വീഡിയോ ചെയ്യുമ്പം അതിനകത്ത് സത്യസന്ധതയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വിടുക. 23 പണിഞ്ഞ് 25 ആയപ്പോഴത്തേക്ക് 4 വർഷമായെന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് ചോദ്യം ചെയ്യാമായിരുന്നു. അങ്ങനെ 4 വർഷമാകുന്നതിന്. അല്ലാതെ അവർ പറയുന്ന വാദം മാത്രം കേട്ടോണ്ട് ഒരു വീഡിയോയും ചെയ്തുകൊണ്ട് ദൈവത്തെ വെറുതെ സുഹൃത്തെ വരരുത്. ഞങ്ങൾ തെളിവ് സഹിതമാണ് ഈ നിരത്തുന്നത്. അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ ചുമ്മാതെ ആരെങ്കിലും പറയുന്ന ഒരു കാര്യം കേട്ടോണ്ടല്ല ഞങ്ങളൊരു വീഡിയോ ചെയ്യുന്നത്. മൊത്തം തെളിവും ഞങ്ങൾ നിരത്തി തരും. അവരുണ്ടാക്കിയ സമയം തൊട്ടുള്ള തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ 5 മാസം കിട്ടിയിട്ട് അവർക്കിത് വൃത്തിയായിട്ട് ചെയ്ത് നമുക്ക് തരാൻ പറ്റുമായിരുന്നു. അവർ ചെയ്തിട്ടില്ല. അവരുടെ കയ്യിൽ നിന്ന് പറ്റിയ പാളിച്ച് ഞങ്ങൾ എണ്ണി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്.
സുഹൃത്തുക്കൾക്ക് മനസ്സിലാക്കുക. ഇനി ഇതിന് ബദലായിട്ട് വീഡിയോ ഇറക്കിക്കൊണ്ട് വന്നാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഇറക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതിന് ഇപ്പം ഞങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് ഇപ്പം നമുക്ക് ചിലവായത് ഏതാണ്ട് 75,000 രൂപയ്ക്ക് അടുത്ത് ഇപ്പം നമുക്ക് ചിലവായിട്ടുണ്ട്. ഇതിൻ്റെ പണി ഇപ്പോൾ ഇത് മെയിൻ്റനൻസ് നടത്തി പെയിൻറ്റ് ചെയ്തെടുക്കുന്നതിന് 75,000 രൂപയ്ക്ക് അടുത്ത് നഷ്ടമായിട്ടുണ്ട്. അതേപോലെ സിരസിൻ്റെതും ലക്ഷങ്ങൾ വാങ്ങിയതാണ് നിങ്ങൾ. ഇതിന് മൊത്തം നിങ്ങൾ ഉത്തരവാദിത്തം ചെയ്തേ പറ്റൂ. നിങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിയ വീഴ്ചയാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ തെറ്റ് തിരുത്തി പോയാൽ നിങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റും. അതല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും നിങ്ങളുടെ തരികിട എന്താണോ ചെയ്യുന്ന നിങ്ങളെന്ന് ആൾക്കാർക്ക് മനസ്സിലാകും. അപ്പോൾ വീണ്ടും ആൾക്കാർ അത് കണക്കാക്കി നിൽക്കത്തുള്ളൂ. മാക്സിമം ഇത് ഷെയർ ചെയ്യണം എൻ്റെ സുഹൃത്തുക്കൾ. ഓക്കെ, ബൈ.